മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിൽ നിർമ്മിച്ച വീട് വരുന്നത് എറണാകുളം പൂക്കാട്ടുപടി റൂട്ടിലാണ്. ബസ് റൂട്ടിൽ നിന്നും ഏകദേശം 350 മീറ്റർ മാത്രം അകലത്തിലായി ഒരു ഗേറ്റഡ് കമ്മ്യൂണിറ്റിയുള്ള ഒരു വീട്. 2 വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം ഇവിടെ അവൈലബിൾ ആണ്. കിണർ വെള്ളമുണ്ട്. KWA വാട്ടർ കണക്ഷൻ നമുക്ക് ലഭ്യമാണ്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ തന്നെയാണ് വീട് വരുന്നത്. വീടിൻ്റെ ഡിസൈൻ വളരെ മനോഹരമായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വീട് ഈ കാണുന്ന വീടിനെ കുറിച്ചാണ്. മനോഹരമായിട്ടുള്ള കണ്ടംപററി ഡിസൈനിൽ നിർമ്മിച്ച ഒരു മോഡേൺ ആർക്കിടെക്ചറൽ വീട്. വീട്ടിലേക്ക് വരുന്ന വഴി ഇതാണ്. ടാർ റോഡ് ചെയ്ത മനോഹരമായിട്ടുള്ള റോഡ്. ഏകദേശം ഒരു 5 മീറ്റർ വിടുത്തുള്ള റോഡാണിത്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് വീടിൻ്റെ എലവേഷൻ. മനോഹരമായിട്ടുള്ള ഒരു എലവേഷൻ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു ബോക്സി ടൈപ്പ് ഡിസൈൻ കാണാം. ഇവിടെ വലിയൊരു ഫ്ലോർ ടു സീലിംഗ് വിൻഡോ, വലിയ UPVC വിൻഡോ, ടഫ് ആൻഡ് ഗ്ലാസ് ഉൾപ്പെടെ നൽകിയിട്ടുണ്ട്. അതിനിടയിലായിട്ട് ടെക്സ്ചർ വർക്ക് കൊടുത്തിട്ടുണ്ട്, ടെറാക്കോട്ട ടൈലുകളുടെ. ഈ ഭിത്തിയാണ് ഇതിൻ്റെ ഹൈലൈറ്റ്. ഒരു കരിങ്കലിൻ്റെ ഒരു ഡിസൈൻ വർക്ക് മുകളിൽ വരെ നൽകിയിരിക്കുന്നു. ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് കാർ പോർച്ചാണ്. കാർ പോർച്ച് നൽകിയിരിക്കുന്നത് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. മറ്റേ ലൂവർ ഡിസൈൻ പാറ്റേൺ മുകളിൽ ബാൽക്കണിയിൽ കൊടുത്തിട്ടുണ്ട്. അവിടെ ടെക്സ്ചർ വർക്ക് കാണാം. അതുപോലെ തന്നെ ഈ ലൂവർ ഡിസൈൻ പാറ്റേൺ തന്നെയാണ് താഴെ ഈ കാർ പോർച്ചിന് മുകളിലും വരുന്നത്. വീടിൻ്റെ ഗേറ്റിലേക്ക് അല്ലെങ്കിൽ മതിലിലേക്ക് വരികയാണെങ്കിൽ അവിടെ പ്ലാന്റർ ബോക്സുകൾ സജ്ജീകരിച്ചിട്ടുണ്ട്. ടെക്സ്ചർ വർക്കുകളാണ് അവിടെ ചെയ്തിരിക്കുന്നത്. LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. അതിന് മുകളിലായിട്ട് നമുക്ക് സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്കുകൾ പല അളവിലുള്ള ചെയ്തിരിക്കുന്നത് കാണാം. അപ്പോൾ നല്ലൊരു ഡിസൈൻ തന്നെയാണ് വീടിന് നൽകിയിരിക്കുന്നത്. വീടിൻ്റെ പുറത്തേക്കാൾ മനോഹരമാണ് വീടിൻ്റെ ഇൻറ്റീരിയർ. അപ്പോൾ വീടിൻ്റെ അകത്തേക്കാണ് നമ്മൾ പോകുന്നത്. കോമ്പൗണ്ട് അകത്തേക്ക് വരുന്നതിന് മുമ്പ് വലിയ പറമ്പിൽ പ്രോപ്പർട്ടീസിൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. ഇതുപോലുള്ള പുതിയ വീഡിയോകളുടെ അപ്ഡേറ്റുകൾ ലഭിക്കാനായി നോട്ടിഫിക്കേഷൻ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുക. അപ്പോൾ ഇതാണ് ഗേറ്റ്. സ്ലൈഡിങ്ങിലാണ് ഗേറ്റ് നൽകിയിരിക്കുന്നത്. ഇവിടെ GI ഷീറ്റിലുള്ള ഡിസൈൻ വർക്ക് കാണാം. ഇവിടെയും GI ഷീറ്റ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. അപ്പോൾ സ്ലൈഡ് ചെയ്യാവുന്ന രീതിയിലുള്ള ഒരു ഗേറ്റ്. ഇവിടെ ഒരു ഫോൾഡബിൾ ഗേറ്റും നൽകിയിട്ടുണ്ട്. ഈ മുറ്റത്തേക്ക് വന്നു കഴിഞ്ഞാൽ മനോഹരമായിട്ടുള്ള ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് ആണ് നൽകിയിരിക്കുന്നത്. കോബിൾ സ്റ്റോൺസ് നൽകിയിരിക്കുന്ന പോലെ കോബിൾ സ്റ്റോൺസ് ആണ്, ഇൻ്റർലോക്കിംഗ് ബ്രിക്സ് അല്ല, കോബിൾ സ്റ്റോൺസ് ആണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാം. നമ്മൾ നേരത്തെ പറഞ്ഞു 2 വാഹനം പാർക്ക് ചെയ്യാം. 2 വാഹനം പാർക്ക് ചെയ്യാൻ പറ്റില്ല. ഒരു വലിയ വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമാണ് ഒരുക്കിയിരിക്കുന്നത്. ഇവിടെ നമുക്ക് ചെറിയ 2 വീലർ പോലുള്ള വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യം മാത്രമാണ് ലഭ്യമാകുന്നത്. ഇവിടെ ഒരു പ്ലാന്റർ ബോക്സ് നൽകിയിട്ടുണ്ട്. നല്ല രീതിയിലുള്ള ചെടികളെല്ലാം അവിടെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് കിണർ നൽകിയിരിക്കുന്നത്. കിണർ നമുക്ക് കിണറാണെന്ന് പെട്ടെന്ന് മനസ്സിലാവില്ലാത്ത രീതിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. നല്ല മനോഹരമായി അത് ചെയ്തിരിക്കുന്നു. ഇവിടെ എല്ലാം പ്ലാന്റർ ബോക്സുകൾ സജ്ജീകരിച്ചിരിക്കുന്നതായി കാണാം. അതുപോലെ തന്നെ വീടിന് ചുറ്റും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഇവിടെയും ആ കോബിൾ സ്റ്റോൺസ് തന്നെ നൽകിയിരിക്കുന്നു. ഇവിടെ വരുമ്പോൾ ഒരു കോർട്ട്യാർഡ് സ്പേസ് ആണ്. ഇവിടെയും പ്ലാന്റർ ബോക്സ് കൊടുത്തിട്ടുണ്ട്. ഇവിടെ എല്ലാം വാൾ ടൈലുകൾ നല്ല മനോഹരമായിട്ട് ചെയ്തിരിക്കുന്നു. ഇവിടെ സ്ക്വയർ ട്യൂബിൻ്റെ ഡിസൈൻ വർക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ വീടിൻ്റെ പുറകു വശത്തേക്കാണ് ഇപ്പോൾ നമ്മൾ പോകുന്നത്. ഇവിടെ നമുക്ക് ഗ്യാസിൻ്റെ സിലിണ്ടർ വയ്ക്കാനുള്ള ഒരു ഓപ്ഷൻ നൽകിയിട്ടുണ്ട്. അതിൻ്റെ കണക്ഷൻ ട്യൂബെല്ലാം അവിടെ കൊടുത്തിട്ടുണ്ട്. ഇത് വീടിൻ്റെ പുറകു വശമാണ്. പുറകു വശം ഒരു വർക്ക് ഏരിയ സ്പേസ് ആണിത്. കിച്ചന് പുറമെ ഒരു വർക്ക് ഏരിയ സ്പേസ് കൂടി നമുക്കിവിടെ അവൈലബിൾ ആകുന്നുണ്ട്. ഈ ഭാഗത്തും അത്യാവശ്യം നടക്കാനുള്ള സ്പേസ് ലഭ്യമാക്കിയിട്ടുണ്ട്. ഇതും ഒരു കവേർഡ് ഏരിയയാണ്. മുകൾ ഭാഗത്ത് കവർ ചെയ്തിട്ടുണ്ട്. വീടിൻ്റെ പുറത്തുള്ള വിശേഷങ്ങളൊക്കെ ഏകദേശം നമ്മൾ കണ്ടിട്ടുണ്ട്. ഇനി വീടിൻ്റെ അകത്തേക്കാണ് നമുക്ക് പോകേണ്ടത്. ചെരുപ്പൊന്ന് ഊരിയിട്ട് കയറാം. ഇതിൻ്റെ അകത്തേക്ക് വരുമ്പോൾ വലിയ നീളത്തിലുള്ള ഒരു സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. ഇവിടെ ഒരു ചെറിയൊരു ചെടിച്ചട്ടിയിൽ ഒരു ചെറിയ ചെടി വെച്ചിട്ടുണ്ട്. ഇതാണ് ഈ ഫ്രണ്ടിൽ ഒരു ജനൽ ഇവിടെ അവൈലബിൾ ആണ്. അത് ആ മോഡേൺ ഡിസൈനിൽ വരുന്ന ജനലാണ്. ഇവിടെ ആയിട്ടാണ് മെയിൻ ഡോറ് വരുന്നത്. വുഡൻ ഡോറ് തന്നെയാണ് നൽകിയിരിക്കുന്നത്. മഹാഗണി വുഡിലാണ് ഡോറ്. ഒരു വലിയ ഡോറും ഒരു ചെറിയ ഡോറും നൽകിയിട്ടുണ്ട്. വലിയ 2 ഹാൻഡിലും നൽകിയിരിക്കുന്നു. കയറി വരുന്നത് ലിവിങ് സ്പേസിലേക്കാണ്. അത്യാവശ്യം നല്ല വലിപ്പമുള്ള ലിവിങ് സ്പേസ് ആണ്. താഴത്ത് ഉപയോഗിച്ചിരിക്കുന്ന ടൈലുകൾ നല്ല മനോഹരമായിട്ടുള്ള ടൈലുകൾ തന്നെയാണ്.
ഇവിടെ നമുക്ക് ഒരു 3 പാളി ജനൽ നൽകിയിട്ടുണ്ട്. കർട്ടൺ വർക്കുകളൊക്കെ ഇവിടെ ചെയ്തിട്ടുണ്ട്. അവിടെ കർട്ടൺ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ നേരത്തെ കണ്ട ആ ജനലാണ്. ഇവിടെയും കർട്ടൺ വർക്ക് കൊടുത്തിട്ടുണ്ട്. ഇതിനെല്ലാം ബോർഡർ വർക്കുകളും വരുന്നുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് TV യൂണിറ്റ് ഏരിയ വരുന്നത്. ചെറിയ സിമ്പിളായിട്ടുള്ളൊരു TV യൂണിറ്റ് മാത്രമാണ് നൽകിയിരിക്കുന്നത്. ഈ ഭിത്തിയിൽ മുകളിലത്തെ എത്തത്തക്ക രീതിയിൽ നമുക്ക് ടെക്സ്ചർ വർക്ക് നല്ല രീതിയിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡബിൾ ഹൈറ്റിലാണ് ഈ ഏരിയ വരുന്നത്. ഇവിടെ ഒരു ഷാൻലിയർ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. മുകൾ ഭാഗത്തും വലിയ ജനലുകൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ വീടിൻ്റെ അകത്തേക്ക് നല്ല നാച്ചുറൽ ലൈറ്റ് കടന്നു വരുന്നുണ്ട്. ഇവിടെ നിന്ന് അങ്ങോട്ട് പോവുകയാണെങ്കിൽ ഇവിടെ ഒരു ലോവർ ഡിസൈൻ പാറ്റേൺ ഈ ഭിത്തിയിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് കൊടുത്തിരിക്കുന്നു. ഇവിടെ നമുക്കൊരു ആർക്കി ഡ്രൈവ് പകരം ഇവിടെ ഇങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്. ആർക്കി ഡ്രൈവ് അല്ല, ഒരു ചെറിയ ഒരു ക്യൂരിയോ സ്പേസ് ഇവിടെ ലിവിങ്ങിനെയും ഡൈനിങ്ങിനെയും തിരിക്കാനായിട്ട് സെമി ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഇതാണ് ഡൈനിങ് സ്പേസ്. അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഡൈനിങ് സ്പേസ്. ഇവിടെ നമ്മൾ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഇവിടെ ഒരു LED ലൈറ്റ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ നമുക്കൊരു കോർട്ട്യാർഡ് സ്പേസ്, നമ്മൾ നേരത്തെ കണ്ട കോർട്ട്യാർഡാണ് അത്. ഈ ഡോർ തുറന്നാൽ നമുക്ക് ആ കോർട്ട്യാർഡ് സ്പേസിലേക്ക് ഇറങ്ങാം. ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഭാഗമാണ് ഈ ഏരിയ. ഈ ഏരിയയാണ് ഈ വീടിൻ്റെ ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് അനുഭവപ്പെട്ട ഒരു സ്പേസ്. ഇവിടെ നിന്ന് മുകളിലേക്ക് സ്റ്റെയർ പോകുന്നുണ്ട്. അതുപോലെ തന്നെ വാഷ് കൗണ്ടർ ഏരിയ. ഇവിടെ നമുക്ക് ആ ബാംഗ്ലൂർ സ്റ്റോൺ നല്ല ഡിസൈൻ വർക്കിലേക്ക് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ പെബിൾസ് ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെയും ബാംഗ്ലൂർ സ്റ്റോണിൻ്റെ പീസുകൾ നൽകിയിട്ടുണ്ട്. വലിയൊരു വിൻഡോ, സീലിംഗ് ടു ഫ്ലോർ വിൻഡോ ഇവിടെ നൽകിയിരിക്കുന്നു. ഇവിടെ നമുക്കൊരു വാഷ് കൗണ്ടർ ഒരുക്കിയിട്ടുണ്ട്. ജാഗ്വാറിൻ്റേതാണ് വാഷ് ബേസിൻ നൽകിയിരിക്കുന്നത്. ഈ ഭിത്തിയിൽ ഒരു റസ്റ്റിക് ഫിനിഷ് വരുന്ന വാൾ ടൈലുകളാണ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ വൈറ്റ് കളറിലെ ടൈല് വരുന്നുണ്ട്. ഇവിടെ വാനിറ്റി കൗണ്ടർ. അപ്പോൾ നല്ലൊരു ഏരിയ തന്നെയാണ് ഈ വാഷ് കൗണ്ടർ ഏരിയ. താഴെ നമുക്ക് ലൈറ്റിങ് കൊടുത്ത് ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇവിടെ ഒരു ആർക്കി ഡ്രൈവ് നൽകിയിട്ടുണ്ട്. കിച്ചൺ ഓപ്പൺ കൺസെപ്റ്റിൽ വരുന്നതാണ്. ഇവിടെ 2 ലൈറ്റുകൾ കാണാം, 2 ഹാങ്ങിങ് ലൈറ്റുകൾ, നല്ല മനോഹരമായിട്ടുള്ള ലൈറ്റുകൾ. ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഒരുക്കിയിട്ടുണ്ട്. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഇതാണ് കിച്ചൺ. കിച്ചൻ്റെ കൗണ്ടർ ടോപ്പ് ഷേപ്പിലാണ് വരുന്നത്. ഇവിടെ ചിമ്മിനി കൊടുത്തിട്ടുണ്ട്. ഇവിടെ സ്റ്റൗവും കൊടുത്തിട്ടുണ്ട്. ഈ ടൈലുകൾ നോക്കിയാൽ അറിയാം, സൂം ചെയ്ത് നോക്കിയാൽ അറിയാം, നല്ല ഭംഗിയുള്ള ടൈലുകളാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. ഇവിടെ 2 വശത്തും ജനലുകൾ വരുന്നുണ്ട്. അതിന് ബ്ലൈൻഡ് കർട്ടനുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെയും അതുപോലെ ഒരു ജനൽ, കിച്ചൺ വിൻഡോ വരുന്നുണ്ട്. അതുപോലെ തന്നെ അധികം നമ്മൾ കാണാത്ത രീതിയിലുള്ള ഒരു ഫിനിഷിംഗ് വരുന്ന ഒരു വാഷ് ബേസിൻ ഇവിടെ നൽകിയിരിക്കുന്നു. ജാഗ്വാറിൻ്റെതാണ് ടാപ്പ് ഇവിടെ വരുന്നത്. ഇവിടെ വലിയ ഫ്രിഡ്ജ് വെക്കാനുള്ള ഒരു ഓപ്ഷനാണ്. അതിൻ്റെ ഒരു ഡെഡിക്കേറ്റഡ് സ്പേസ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. വർക്ക് ഏരിയ സ്പേസ് നമ്മൾ നേരത്തെ പുറത്തുനിന്ന് കാണിച്ചപ്പോൾ കണ്ടിരുന്നു. അത് വർക്ക് ഏരിയ സ്പേസ് ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. താഴത്തെ നിലയിൽ നമുക്ക് ഒരു ബെഡ്റൂമാണ് അവൈലബിൾ ആകുന്നത്. ആ ബെഡ്റൂം വരുന്നത് ഇവിടെയാണ്. ബെഡ്റൂമിൻ്റെ ഡോറ് വുഡൻ ഡോർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഹാൻഡിൽ ഇവിടെ വരുന്നുണ്ട്. ഇതാണ് ബെഡ്റൂം. ഫർണിഷ്ഡ് ആയിട്ടുള്ള രീതിയിലാണ് ഈ ബെഡ്റൂം സജ്ജീകരിച്ചിരിക്കുന്നത്. ഇവിടെ നല്ലൊരു കോട്ട് കൊടുത്തിട്ടുണ്ട്. അത് ഒരു ഐലൻഡ് ടൈപ്പ് കോട്ടാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. ഇവിടെ അതിൻ്റെ ഹെഡ് ബോർഡ് കാണാം. എല്ലാം നല്ല ഭംഗിയിൽ തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. 2 വശത്തും വിൻഡോകൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ സൈഡ് ടേബിളുകളും ഇവിടെ ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒരു വലിയ ജനൽ, ഇവിടെ കർട്ടൻ വർക്ക് എല്ലായിടത്തും നൽകിയിട്ടുണ്ട്. കർട്ടൻ വർക്ക് നൽകിയിരിക്കുന്നു. ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഒരു വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഫ്ലോർ ടു സീലിംഗ് വാർഡ്രോബാണ് നൽകിയിരിക്കുന്നത്. നല്ല മനോഹരമായിട്ടുള്ള ഹാൻഡിൽ ബ്ലാക്ക് കളറിലുള്ളതാണ് വരുന്നത്. ഇവിടെ ഡ്രസ്സിങ് ഏരിയ ആണ്. വിശാലമായിട്ടുള്ള ഡ്രസ്സിങ് സ്പേസ് കൊടുത്തിട്ടുണ്ട്. ഒരു സെമി റൗണ്ട് ഷേപ്പിലുള്ള ഒരു മിറർ ഇവിടെ വരുന്നുണ്ട്. ഇവിടെ ലോവർ ഡിസൈൻ കൊടുത്തിരിക്കുന്നു. താഴെ വാനിറ്റി കൗണ്ടർ സ്പേസ് നൽകിയിട്ടുണ്ട്. അപ്പോൾ നല്ല ഭംഗിയുള്ള ഒരു ബെഡ്റൂം തന്നെയാണ് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ മുകളിൽ ഫോൾ സീലിംഗും വരുന്നുണ്ട്. ഫാൻ നൽകിയിരിക്കുന്നു. അവിടെ എല്ലാം മറ്റേ പ്രൊഫൈൽ ലൈറ്റിങ് കൊടുത്തിട്ടുണ്ട്. ബാത്റൂമും വളരെ മനോഹരമാണ്. അത്യാവശ്യം നല്ല രീതിയിൽ ചെയ്ത ഒരു ബാത്റൂം തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇതാണ് ബാത്റൂം. ബാത്റൂമിൻ്റെ ഈ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഇവിടെ നമുക്ക് ഒരു കുളിക്കുന്ന സ്പേസാണ്. ഇവിടെ ഷവർ മുകളിൽ നിന്ന് കൊടുത്തിരിക്കുന്നു. ഒരു ഹാൻഡ് ഷവർ ഇവിടെ വരുന്നുണ്ട്. എല്ലാം ജാഗ്വാറിൻ്റെ ഫിറ്റിങ്സുകളാണ്, എല്ലാ ഫിറ്റിങ്സുകളും നൽകിയിരിക്കുന്നത്. അതുപോലെ തന്നെ ഒരു ഡിഷ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ക്ലോസറ്റ് ഈ ഭാഗത്താണ് വരുന്നത്. ഇവിടെയും ഡിഷുകൾ കൊടുത്തിട്ടുണ്ട്. അവിടെയും ലൈറ്റ് കൊടുത്തിരിക്കുന്നു. ഇവിടെ കൺസീൽഡ് ഫ്ലഷ് ടാങ്ക്, വാൾ ഹാങ്ങിങ് ക്ലോസറ്റ്, വാഷ് ബേസിൻ ഏരിയ, മനോഹരമായിട്ടുള്ള വാഷ് ബേസിൻ ഏരിയ, ഒരു നല്ല ഷേപ്പിലുള്ള ഒരു
വാഷ് ബേസിൻ, ഒരു നല്ല മിറർ, എല്ലാം കൊണ്ടും ഒരു പ്രീമിയം ലുക്ക് തരുന്ന ഒരു ബാത്റൂം. ഇനി നമുക്ക് മുകളിലത്തെ നിലയിലേക്ക് പോകേണ്ടതുണ്ട്. അതിൻ്റെ സ്റ്റെപ്പ് വരുന്നത് ഇവിടെ നിന്നാണ്. സ്റ്റെപ്പ് ഒരു ഐലൻഡ് ഷേപ്പിലുള്ള സ്റ്റെപ്പാണ് നൽകിയിരിക്കുന്നത്. അതാണ് ഈ വീടിനെ ഏറ്റവും മനോഹരമാക്കുന്ന ഒരു സ്പേസ് എന്ന് പറയുന്നത്. അപ്പോൾ താഴത്തെ സ്റ്റെപ്പ് വലിയ വലുതാണ്, അതിന് ചെറിയ സ്റ്റെപ്പ് കയറി ഈസി ആയിട്ട് ആക്സസ് ചെയ്യാവുന്ന രീതിയിൽ പ്രായമായവർക്ക് പോലും കയറി പോകാവുന്ന രീതിയിലുള്ള ഒരു സ്റ്റെപ്പ്. ഈ ഭിത്തിയിലേക്ക് നോക്കിയാൽ അറിയാം സ്ട്രക്ചർ വർക്കാണ് ചെയ്തിരിക്കുന്നത്. മുകളിൽ LED ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഷാൻഡിലിയർ ചെറുത് കൊടുത്തിരിക്കുന്നു. പുറത്തുനിന്ന് കണ്ട ആ സീലിംഗ് ടു ഫ്ലോർ വിൻഡോയാണ് ഇവിടെ ഈ കാണുന്നത്. കയറി വരുന്നത് അപ്പർ ലിവിങ് സ്പേസിലേക്കാണ്. ഇവിടെ മുന്നേ ഒരു എൽ ഷേപ്പിലാണ് അപ്പർ ലിവിങ് സ്പേസ് പോകുന്നത്. നോക്കിയാൽ അറിയാം, ഇവിടെ നിന്ന് ഇങ്ങനെ എൽ ഷേപ്പിൽ അപ്പർ ലിവിങ് സ്പേസ് പോകുന്നുണ്ട്. ഈ സ്പേസ് എന്ന് പറയുന്നത് നമ്മൾ ആ ലിവിങ് സ്പേസിൻ്റെ മുകളിൽ കണ്ട സ്പേസാണ്. അതിന് മുകളിലായിട്ട് നോക്കിയാൽ അറിയാം കോച്ചിലിംഗ് നല്ല രീതിയിൽ ചെയ്തിട്ടുണ്ട്. ഷാൻഡിലിയറും കൊടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്കൊരു വർക്കിംഗ് ടേബിൾ കാണാം. അതും നല്ല ഭംഗിയിൽ തന്നെ നല്ല ഫിനിഷിങ്ങിലാണ് ഈ വീടിൻ്റെ എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുണ്ട്. മുകളിലും താഴെയൊക്കെ കബോർഡുകളും എല്ലാം കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ അയൺ ചെയ്യാനുള്ള ഒരു സ്പേസ് ഇവിടെയും പ്രൊവൈഡ് ചെയ്തിരിക്കുന്നു. ഇതാണ് മുകളിലത്തെ നിലയിലെ ആദ്യത്തെ ബെഡ്റൂം. ഈ ബെഡ്റൂമിൽ നമുക്കൊരു ബേ വിൻഡോ കൺസെപ്റ്റിലാണ് കൊടുത്തിരിക്കുന്നത്. പുറത്തേക്ക് നോക്കിയാൽ അറിയാം നമുക്ക് വയലിൻ്റെ ഒരു ഏരിയയാണത്. അപ്പോൾ ഈ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ വയലിൻ്റെ നല്ലൊരു വ്യൂ ലഭിക്കുന്നതാണ്. ഇവിടെ ക്യുഷൻ വർക്കുകൾ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഡ്രസ്സിങ് സ്പേസ് ഇവിടെ കൊടുത്തിരിക്കുന്നു. വാർഡ്രോബ് ഈ ഭിത്തിയിൽ ഇവിടെ വരുന്നുണ്ട്. അപ്പോൾ നല്ല രീതിയിൽ തന്നെ ചെയ്ത ഒരു ബെഡ്റൂം തന്നെയാണിത്. മുകളിൽ ഫോൾ സീലിംഗ് വർക്കുകളൊക്കെ വരുന്നുണ്ട്. ഇനി ബാത്റൂം ഇവിടെയാണ് ചെയ്തിരിക്കുന്നത്. നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ അത്ര സ്പേഷ്യസ് അല്ല, എങ്കിൽ പോലും നല്ല രീതിയിൽ ആ ഫിനിഷിംഗ് നിലനിർത്താൻ ഇവിടെ ശ്രമിച്ചിട്ടുണ്ട്. ടൈലുകളും അതിൻ്റെ ഫിറ്റിങ്സും ഗ്ലാസ് പാർട്ടീഷനും അതെല്ലാം കൂടി വരുമ്പോൾ ഒരു പ്രീമിയം ലുക്ക് തന്നെ ഈ ബാത്റൂമിനും നമുക്ക് ലഭിക്കുന്നുണ്ട്. ഇനി മൂന്നാമത്തെ ബെഡ്റൂമാണ്. അതും നല്ല ഭംഗിയിൽ തന്നെ ചെയ്ത ഒരു ബെഡ്റൂമാണ്. താഴത്തെ നിലയിൽ കണ്ട ബെഡ്റൂമിൻ്റെ ഏകദേശം അതേ സ്പേസുള്ള നല്ലൊരു ബെഡ്റൂം. നല്ലൊരു കോട്ട് ഇവിടെ അറേഞ്ച് ചെയ്തിരിക്കുന്നു. അതുപോലെ തന്നെ അതിൻ്റെ ഹെഡ് ബോർഡുകൾ കൊടുത്തിട്ടുണ്ട്. ഇവിടെ വിൻഡോ രണ്ട് സൈഡിലും ഇവിടെ വലിയൊരു വിൻഡോ നമുക്ക് നൽകിയിട്ടുണ്ട്. കേട്ടോ, ഈ കർട്ടനാണ് മാറ്റി കഴിഞ്ഞാൽ വലിയൊരു വിൻഡോ കൊടുത്തിരിക്കുന്നു. ഇതിൻ്റെ പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞാൽ ഇവിടെ ഒരു ബാൽക്കണിയാണ്. ഈ വിൻഡോയിൽ നിന്ന് നമുക്ക് ഈ ബാൽക്കണിയിലേക്ക് ഇങ്ങനെ ഇറങ്ങി ഇവിടെ നിൽക്കാം. നല്ലൊരു മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷം തന്നെയാണ് ഇവിടെ നമുക്ക് കിട്ടുന്നത്. അപ്പോൾ ബെഡ്റൂമിൻ്റെ വിശേഷങ്ങൾ കണ്ടു. അപ്പോൾ ഇതിൻ്റെ ബാത്റൂം കണ്ടില്ല. ആ ബാത്റൂം ഇവിടെയാണ്. നല്ല ഒന്നും പറയാനില്ല, ബാത്റൂമിനെ കുറിച്ച് ഒന്നും പറയാനില്ല. എല്ലാം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ട ഒരു ബാത്റൂം എന്ന് തന്നെയാണ് ഇതിനെക്കുറിച്ച് പറയാനുള്ളത്. നല്ല ഭംഗിയിൽ തന്നെ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഈ ബാൽക്കണി കൂടി നമുക്ക് കാണാനുണ്ട്. ബാൽക്കണി ഇവിടെയാണ്. വലിയൊരു ബാൽക്കണി അല്ല, സിറ്റ് ഔട്ടിൻ്റെ സ്പേസ് തന്നെയാണ് ബാൽക്കണിയിൽ നമുക്ക് അവൈലബിൾ ആകുന്നത്. മുകളിൽ ലൂവർ ഡിസൈൻ പാറ്റേൺ സിലിണ്ടറിക്കൽ ലൈറ്റൊക്കെ കൊടുത്ത് മനോഹരമാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടെ സ്ക്വയർ ട്യൂബാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെ നല്ല ഗ്ലാസും കൊടുത്തിരിക്കുന്നു. അപ്പർ ലിവിങ് സ്പേസിൽ നിന്നും ഒരു ബാൽക്കണി കൂടി നൽകിയിരിക്കുന്നു. അതിങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. വലിയൊരു ബാൽക്കണി. ഈ അറ്റം വരെ നടക്കാവുന്ന രീതിയിലാണ് ഈ ബാൽക്കണി സജ്ജീകരിച്ചിരിക്കുന്നത്. അപ്പോൾ നല്ല വയലിൻ്റെ വ്യൂ ആണ് ഇങ്ങോട്ട് കിട്ടുന്നത്. അപ്പോൾ നല്ലൊരു വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാവുന്ന ഒരു നല്ല സ്പേസ് തന്നെയാണ്. 3.8 സെൻറ്റ് സ്ഥലത്ത് 1600 സ്ക്വയർ ഫീറ്റിൽ നല്ലൊരു വീടാണ് നമ്മൾ കണ്ടു കഴിഞ്ഞത്. മനോഹരമായിട്ടുള്ള ഒരു ആർക്കിടെക്ചറൽ ഡിസൈനിലാണ് വീട് നിർമ്മിച്ചിരിക്കുന്നത്. 3 ബെഡ്റൂമുകളാണുള്ളത്. നല്ല ഇൻറ്റീരിയറൊക്കെ വളരെ ഭംഗിയായിട്ട് നിർമ്മിച്ച വീട്. ഒരു വാഹനം പാർക്ക് ചെയ്യാനുള്ള സൗകര്യമുണ്ട്. അതുപോലെ തന്നെ കിണർ വെള്ളം അവൈലബിൾ ആണ്. KWO വാട്ടർ കണക്ഷൻ നമുക്കിവിടെ ലഭ്യമായിട്ടുണ്ട്. നല്ലൊരു റെസിഡൻഷ്യൽ ഏരിയയിൽ നല്ല മനോഹരമായിട്ടുള്ള രീതിയിൽ നിർമ്മിച്ച ഈ വീടിൻ്റെ വിലയാണ് പറയാൻ പോകുന്നത്. 98 ലക്ഷം രൂപയാണ് നമ്മുടെ ബിൽഡർ ഈ വീടിന് വേണ്ടി ചോദിക്കുന്നത്. അപ്പോൾ ഈ വീട് കാണാനും ഈ വീടിനെ കുറിച്ച് കൂടുതൽ അറിയാനും ഞങ്ങളുടെ നമ്പർ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഞങ്ങളെ വിളിക്കാവുന്നതാണ്. വീഡിയോ ഇഷ്ടമായി എന്ന് കരുതുകയാണ്. അടുത്ത വീഡിയോയിൽ നമുക്ക് കാണാം. എല്ലാവർക്കും